ഹലോ 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 ഹലോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. ഹലോ ഹലോ. എടാ, നമ്മുടെ അപ്പനെ ആരും തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ട് ഡെയ്സി, നമ്മുടെ അപ്പനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. നിങ്ങൾക്ക് കേട്ടപ്പോ തെറ്റിപ്പോയതായിരിക്കും. അപ്പൻ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും. അതല്ലേ ഇനം. അല്ലെന്നേ. അതെ, നിങ്ങളുടെ ഇച്ഛായൻ ഇപ്പോഴേ ഓവറാ. അതെങ്ങനെയാ? മലയാളികൾ സ്വർഗത്തിൽ ചെന്നാലും ബിവറേജ് കോർപ്പറേഷന് ചീത്തപ്പേരുണ്ടാക്കുമല്ലോ. ഇച്ചായ, ഡേസി പറയുന്നത് ഇച്ചാൻ ഇപ്പൊ തന്നെ ഓവറാന്നാ. ചുമ്മാ പിച്ചും പെയ്യൊന്നും പറയാതെ. ഐസ്. ഹലോ, ഇതാ നിന്റെ അപ്പനോട് സംസാരിക്കടാ. അപ്പനെ കുറെ മുഖമൂടികൾ ചേർന്ന് തട്ടിക്കൊണ്ടു വന്നിരിക്കുക. നിങ്ങൾ 25 ലക്ഷം രൂപ കൊടുത്താലേ എന്നെ വിടൂന്നാ ഇവന്മാര് പറയുന്നത്. മിസ്റ്റർ ജോർജ് കുട്ടി. അതെ. മിസ്റ്റർ തോമസ് കുട്ടിയോട് പറഞ്ഞത് തന്നെ ഞങ്ങൾ നിങ്ങളോടും ആവർത്തിക്കുന്നു. ഇതെങ്ങാനും പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അപ്പൻ പിന്നെ ജീവനോടെ കാണില്ല. നിങ്ങൾ ഇന്ത്യയിൽ എത്തിയാൽ ഉടനെ ഞങ്ങൾ ബന്ധപ്പെടും. കാശ് എവിടെ, എപ്പോ, എങ്ങനെ എത്തിക്കണമെന്ന് അപ്പോ പറയാം. സാഹസത്തിന് മുതിർന്നാൽ അപ്പനൊന്നും ചെയ്യല്ലേ. ഔസേപ്പേട്ടൻ എനിക്ക് വേണ്ടി മക്കളെ പറ്റിക്കല്ലേ? ആര് പറ്റിക്കുന്നു? ഞാൻ ചില കുസൃതികൾ ഒപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? എല്ലാം കലങ്ങി തെളിയുമ്പോ ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയും. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന അവർ എന്നോട് ക്ഷമിക്കും. പാവങ്ങളാണ് എൻ്റെ മക്കൾ. ഔസേപ്പേട്ടന് പണ്ടേ ക്രിമികളിയാ. അതിപ്പോ നിങ്ങൾക്കും പകർന്നല്ലോ, നന്നായി. എനിക്ക് സമ്മതം ഉണ്ടായിട്ടല്ല വിനീത, ഔസേപ്പേട്ടൻ നിർബന്ധിച്ചിട്ടാ. ഒരു കുഴപ്പമുണ്ടാവില്ല വിനീത, ഔസേപ്പേട്ടൻ എല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ. എനിക്ക് എത്രയോ കാലമായി ഔസേപ്പേട്ടനെ അറിയാം. എന്തെങ്കിലും പാളിയാ ഔസേപ്പേട്ടന്റെ മക്കളും ഒന്നാവും. കാരണം അത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ കുടുങ്ങും തട്ടിപ്പ് കേസിൽ. എനിക്ക് തോന്നുന്നത് അവസാനം ഒരാൾ കുടുങ്ങുമെന്നാണ്. ആര്? കൂടെ ചേർന്ന് എന്നെ കൊടുക്കും. ഒരു കല്യാണം പോലും ആയിട്ടില്ല. വേണ്ട, കല്യാണമൊക്കെ നമുക്ക് ശരിയാക്കാം. പെണ്ണ് പറ. വണ്ടി തട്ടിട്ടില്ല. തട്ടാത്ത കാണാത്ത എനിക്ക് കുഴപ്പം. ഇവനെ ഇന്ന് ഞാൻ എന്തായാലും മാസാവസാനമല്ലേ, ഒന്ന് വരട്ടി നോക്കാം. കിട്ടിയ 50-50. ആരുടെ അമ്മൂമ്മയ്ക്ക് വായുകുളി മേടിക്കാൻ പോവാടാ? നിനക്ക് സ്പീഡ് ലിമിറ്റ് അറിയില്ലടാ. ഓവർ സ്പീഡിൽ പോകുന്ന ഒറ്റ ഒരുത്തനെ വെറുതെ വിടലെന്നാണ് ഞങ്ങളുടെ സാറ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സാറിനെ അറിയാലോ, ഫേസ്ബുക്കിൽ ഒരുപാട് ലൈക്കുള്ള സാറല്ലേ? അപ്പൊ അറിയല്ലേ? എടാ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോടാ സ്പീഡിൽ പോകുന്നതാ. സാർ, ഞങ്ങളിവിടെ അടുത്തുള്ള നീലങ്കാവിൽ ജോസഫ് കുര്യന്റെ മക്കളാ. സ്റ്റേറ്റ്സിൽ നിന്ന് നേരെ വരുന്ന വഴിയാ. ഡ്രൈവർ ഇത്തിരി സ്പീഡിലായിരുന്നു. ശരിയാ. എനിവേ, സോറി ഫോർ ദ ട്രബിൾ. ജോസഫ് കുര്യനോ? ഔസേപ്പേട്ടന്റെ, നമ്മുടെ എൻകെ ഭൂതത്തിന്റെ അല്ല, ഔസേപ്പേട്ടന്റെ മക്കളാണല്ലേ? ഞങ്ങള് ഭയങ്കര ഗഡിയല്ലേ? നേരത്തെ പറയണ്ടേ? ഞാൻ വെറുതെ വരട്ടില്ലായിരുന്നല്ലോ. ഹലോ, ഞങ്ങൾ അങ്ങനെ വരണ്ടിട്ടൊന്നുമില്ല, വരളോ ഇല്ല. ആണോ?
മേഡം ആയിരിക്കും ആദ്യം അമേരിക്കയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് ഈ സാറിനെ കെട്ടിയെടുത്തോണ്ട് പോയതായിരിക്കും അല്ലേ? അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? പോലീസുകാരനാണെങ്കിലും ആനയും പാപ്പാനെയും കണ്ട എനിക്ക് തിരിച്ചറിയാം. അതിരിക്കട്ടെ, ഔസേപ്പേട്ടനെ കുറെ ദിവസമായില്ലോ പുറത്തു കണ്ടിട്ട്. ചിലപ്പോ നിങ്ങൾ വരുന്നതിന്റെ സെലിബ്രേഷൻ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ ഞങ്ങള് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഞങ്ങളും വന്നേനെ. പക്ഷെ അവിടെ ചെന്ന ഔസേപ്പേട്ടനോ ഡ്രിങ്ക് കുടിക്കാൻ തരും. എന്റെ അമ്മോ, അതെങ്ങാനും കുടിച്ച ഭയങ്കര റിസ്കാ. എന്നാ പോട്ടെ. താൻ ഭയങ്കര ഓവർ സ്പീഡായിരുന്നു. തനിക്ക് എന്താ ഡ്രൈവ് ചെയ്ത് പരിചയമില്ലേ? അല്ല, ഇന്നലെ വരെ ഞാൻ ഒരു ടിപ്പർ ലോറി ഓടിച്ചോണ്ടിരുന്ന അതിന്റെ ഒരു ഹാങ് ഓവർ ആണ് മാഡം. താനൊന്ന് വണ്ടി എടുക്കടൂ. സാറ് ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. തലയ്ക്ക് സുഖമില്ലാത്തവൻ എന്തിനു തുറന്നു വിട്ടിരിക്കുന്നല്ലേ? ഈ ഇടയ്ക്ക് ഒരു അല്പം കുറവുണ്ട് സാർ. പിന്നെ ഒന്ന് വെയിൽ ഒളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സാർ. അവനെ വെയിൽ വിളിക്കുന്നവിടെ നിൽക്കട്ടെ. ആ പെങ്കൊച്ച് പരാതി പിൻവലിച്ചെങ്കിലും നിന്റെ മറ്റേ ഭ്രാന്ത് മുഴുവനായിട്ട് മാറി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എവിടെയാണ് നിന്റെ ഒളിഞ്ഞോട്ടം? അയ്യോ സാർ, ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ നാടാണിത്. നമ്മളെന്തിനാണ് വെറുതെ യൂട്യൂബിലൊക്കെ കാണുന്നത്? നിർത്തിയാൽ നിനക്ക് കൊള്ളാം. നിർത്തി. അധികം പേരുള്ള വീട്ടിലേക്കല്ലേ? ഔസേപ്പേട്ട മക്കൾ അമേരിക്കയിൽ വന്നിരിക്കുന്നു. മഹാമൻ ഇപ്പൊ കണ്ടു വരിക. ഇന്ന് രാത്രിയോടെ കുത്തി വരത്തില്ല വണ്ടിയാണ്. നല്ല സ്ട്രഗിൾ കിടന്ന ലക്ഷണമുണ്ട്. അതാ ഡേസി സ്റ്റേറ്റ്സിൽ വെച്ചേ പറഞ്ഞേ ഇമീഡിയറ്റ് ആയിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യാൻ. അപ്പോഴല്ലേ ഈ ചേട്ടായിയുടെ ഓരോരോ ന്യായങ്ങള്. ആ, നമ്മളിപ്പോ എന്ത് ചെയ്യും ചേട്ടായി? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പനെ വിട്ടുകിട്ടാൻ അവർ ആവശ്യപ്പെടുന്നത് 25 lakhs ആണ്. അങ്ങനെ അപ്പനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ 12.5 lakhs വെച്ച് ഷെയർ ചെയ്യേണ്ടി വരും. സി ജോർജി, അതത്ര ചില്ലറ എമൗണ്ട് അല്ല. 12.5 lakhs ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പം അതേതാണ് $21,000. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ചേട്ടായി, ടു ബി വെരി ഫ്രാങ്ക്, എൻ്റെ കമ്പനി ഡീപ്പ് ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ഡേസിക്ക് നേഴ്സ് പണി ഹോസ്പിറ്റലൊക്കെ മടുത്തു. ഞങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് എനിക്കില്ലെന്നാണോ നീ കരുതിയത്? ഐ ആം ഫേസിങ് എ ഡിവോഴ്സ്. ഒരു ഡിവോഴ്സ് കേസിന് അവിടെ കൊടുക്കേണ്ട കോമ്പൻസേഷൻ എത്രയെന്ന് നിനക്കറിയാലോ. പോരാത്തതിന് എൽഡർ സണ്ണിന് ഹയർ സ്റ്റഡീസിന് ലണ്ടനിൽ തന്നെ പോകണമെന്ന് വാശി. അതിൻ്റെ എക്സ്പെൻസസ് വേറെ. ഇതിനൊക്കെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് വി മസ്റ്റ് ട്രൈ അവർ ബെസ്റ്റ് ടു സേവ് അവർ ഡാഡ്. അല്ലാതെ പോലീസിൻ്റെ പിന്നാലെ പോയിട്ട് അപ്പന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ വിടില്ല. എടാ, ഇപ്പോഴും അപ്പൻ നമുക്ക് വേണ്ടിയാ ജീവിക്കുന്നോന്ന് ഓർമ്മ വേണം. നമ്മൾ അപ്പനെ സേവ് ചെയ്യാൻ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തെന്ന് വെക്കുക. എന്നിട്ടും കിഡ്നാപ്പേഴ്സ് നമ്മളെ ചീറ്റ് ചെയ്താലോ? അപ്പനെ അവരെ അപകടപ്പെടുത്തിയാലോ? അത്രയും പണം നഷ്ടം. മാത്രമല്ല, നമ്മളിന്റെ അപ്പനെ സേവ് ചെയ്താൽ തന്നെ എത്ര കാലം കൂടി അപ്പൻ ജീവിച്ചിരിക്കുന്ന ചേട്ടായിട്ട് വിചാരം. അപ്പൻ ഇപ്പൊ തന്നെ പ്രായം 70 കടന്നില്ലേ? കൂടി വന്നാൽ കുറച്ച് കൊല്ലം കൂടെ. അതാ ഞാൻ പറയുന്നത്, ഡേസി പറയുന്ന പോലെ നമുക്കൊന്നുകൂടെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കാം. അപ്പൻ നമുക്ക് വേണ്ടി ജീവിച്ചു എന്നതൊക്കെ ശരിയാ. പക്ഷെ എനിക്കോ ഈ പറയുന്ന ചേട്ടായിക്കോ ഇനി അപ്പന് വേണ്ടി ജീവിക്കാൻ പറ്റുമോ? സോ ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ. നമുക്ക് പോലീസിനെ സമീപിക്കാം. ചേട്ടായി സെന്റിമെന്റ്സ് വിട്. അതെ, നമ്മൾ സേഫ് ആവാൻ നോക്കാം. ബാക്കി അപ്പന്റെ വിധിന്ന് പറഞ്ഞ് സമാധാനിക്കാം. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഈ ചേട്ടായി എല്ലാവരും പറയുന്നത് ശരിയാ. അപ്പോൾ ഞാൻ നിധി കാക്കുന്ന വെറും ഒരു ഭൂതമാണ്.